ജനുവരി 3 ശനിയാഴ്ച. യോഹന്നാൻ 1:29 മുതൽ 34 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ ഉണ്ണിയേശുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമമാണിത്. യേശു എന്ന പേരിൻ്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു എന്നാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ സ്നാപയോഹന്നാൻ യേശുവിനെ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. യേശുവും പെസഹ കുഞ്ഞാടും തമ്മിൽ ഒരു സാമ്യം വരച്ചു കാണിക്കുകയാണ് യോഹന്നാൻ. ഇസ്രായേല്യർ ഈജിപ്തിൽ നിന്ന് ഓടിപ്പോയ രാത്രിയിൽ ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിച്ചത് ഓർക്കുക. ആ അവിസ്മരണീയ രാത്രിയിൽ ഈജിപ്തിലെ ആദ്യജാതന്മാരെ കൊല്ലാൻ പോകുന്ന മരണദൂതനിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ കുഞ്ഞാടിൻ്റെ രക്തം അവരുടെ വീടുകളുടെ വാതിലുകളുടെ കട്ടിളപ്പടികളിൽ പുരട്ടി. കൂടാതെ യാഗപീഠത്തിൽ അബ്രാഹമിൻ്റെ പുത്രനായ യിസ്ഹാക്കിന് പകരമായി ബലിയർപ്പിക്കാൻ ദൈവം ഒരു കുഞ്ഞാടിനെ നൽകിയിരുന്നു. അതിലും വലിയ രീതിയിൽ യേശു ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ട ആത്യന്തിക ബലിയാണ്. യോഹന്നാൻ യേശുവിനെ പുതിയ പെസഹ കുഞ്ഞാടായി കണ്ടിരിക്കണം. അവൻ്റെ യാഗവും അവൻ്റെ രക്തവും ഇസ്രായേലിനെ മാത്രമല്ല എല്ലാ ജനങ്ങളെയും രക്ഷിക്കും. ഇന്ന് സ്വയം ചോദിക്കാം, യേശു ദൈവത്തിൻ്റെ കുഞ്ഞാട് ആണെന്ന് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? നമ്മളിൽ പലർക്കും യേശുവിനെ കുറിച്ച് അറിയാം. എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിലെ അവൻ്റെ വചനത്തിനായി നാം ദിവസവും കാതോർക്കുന്നുണ്ടോ? യേശുവും അവൻ്റെ പഠിപ്പിക്കലുകളും നമ്മുടെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകങ്ങളാണോ? അതോ വിശ്വാസം വെറും അധര സേവനം മാത്രമാണോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ ഹൃദയവും മനസ്സും പരിശോധിക്കാൻ കുറച്ച് സമയം എടുക്കുക. അവിടെ എന്താണ് നിങ്ങൾ കണ്ടെത്തുന്നത് എന്നത് നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിയേക്കാം. നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസവും സമാധാനവും കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഓളച്ചൻ CSSR ഫ്രം കേരള.